ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ കഴമ്പില്ല എന്ന് തോന്നുന്നു. അത് ഇസ്രായേലിൻ്റെ കടന്നാക്രമണം എന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് എഴുതേണ്ടി വരും, അതിനെക്കുറിച്ച് പറയേണ്ടി വരും. അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള രാജ്യങ്ങൾ മാത്രം മതിയെന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാഴ്ചപ്പാടിൻ്റെ ഫലങ്ങളാണല്ലോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇറാനിലായിക്കോട്ടെ, അതിപ്പോൾ ഗാസയിലായിക്കോട്ടെ, നേരത്തെ നമ്മൾ ഇറാഖിൽ ഒരു കാലത്ത് അത് കണ്ടതാണ്, പിന്നീട് ലിബിയയിലുമൊക്കെ നമ്മളത് കണ്ടതാണ്. അതിൻ്റെ തുടർച്ച ഇപ്പോൾ ഇറാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഇവിടെ ഇസ്രായേലിന് പറ്റിയൊരു പറ്റെന്ന് പറയുന്നത് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായി എന്നതാണ്. പ്രത്യേകിച്ചും ഇസ്രായേൽ കൊട്ടിഘോഷിച്ചിരുന്ന ഈ അയൺ ഡോം എന്ന് പറയുന്ന അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ വെറും മുത്തശ്ശിക്കഥ മാത്രമാണ് എന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം അവരുടെ മിസൈലുകൾ, പ്രത്യേകിച്ചും സൂപ്പർസോണിക് ഫത്ത മിസൈലുകൾ അടക്കം പതിച്ചു കഴിഞ്ഞു എന്ന് നമ്മുടെ മുൻപിൽ ഇപ്പോൾ വാർത്തകളായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ പത്തിക്കാണ് ഇറാൻ അടിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇറാൻ പൂർണ്ണമായും അവിടെ വിജയം കൈവരിക്കുകയോ അതല്ലെങ്കിൽ അവിടെ മേൽക്കൈ നേടുകയോ ചെയ്തു എന്നല്ല. പക്ഷേ ഇസ്രായേലിൻ്റെ അഹങ്കാരത്തിന് വലിയ ശമനം അവിടെ ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്, ഒരു തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി പറഞ്ഞു വെക്കട്ടെ, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. നേരത്തെ എം സ്വരാജ് പറഞ്ഞതുപോലെ നമ്മുടെ മുറ്റത്ത് മിസൈൽ വീഴുന്നത് വരെ നമുക്കതൊരു കെട്ടുകഥ മാത്രമായിരിക്കും, അതൊരു കഥ മാത്രമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ഇറാന്റെ അരക് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രായേൽ ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിച്ച ഇറാൻ 4 സൂപ്പർസോണിക് മിസൈലുകൾ ടെൽ-അവീവിൽ പതിച്ചതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിജിത്ത്, ഇപ്പോൾ എന്താണ് ഏറ്റവും പുതുതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അരക്ക് ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് അറിയുന്നത്. പക്ഷേ ടെൽ-അവീവിലേക്ക് ഇറാന്റെ സൂപ്പർസോണിക് മിസൈലുകൾ പതിച്ചിരിക്കുന്നു എന്നതാണ് തിരിച്ചുള്ള മറുപടിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം തന്നെയാണ് ഇറാന് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇറാൻ്റെ അരക് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തരുതെന്ന ആവശ്യമായി റഷ്യ രംഗത്ത് എത്തിയിരുന്നു. എന്നാൽ പോലും ഈ ആവശ്യം പോലും അവർ പരിഗണിച്ചിട്ടില്ലായിരുന്നു. ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് മറ്റൊരു ചെർണോബിൽ ദുരന്തം പോലെ സൃഷ്ടിക്കും എന്നാണ് റഷ്യ പറഞ്ഞത്. എന്നാൽ അതിനെ മുഖവിലയ്ക്കെടുക്കാനോ ഒന്നും ഇസ്രായേൽ എത്തിയിരുന്നില്ല. നമുക്കറിയാം, ചെർണോബിൽ എന്ന് പറയുന്ന ആണവ ദുരന്തം നടന്നപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് ഒരു ആണവ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തുമ്പോൾ അതേസമയം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ശക്തമായി ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്. 4 സൂപ്പർസോണിക് മിസൈലുകൾ ടെൽ-അവീവിൽ പതിച്ചതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരെ ആക്രമണത്തിൽ ഇസ്രായേലിന് ആരുടെയും സഹായം ആവശ്യമില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഇറാൻ്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഇറാനിലെ അധികാരമാറ്റം ഔദ്യോഗികമായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നില്ല എങ്കിൽ പോലും പക്ഷേ അന്തിമ ഫലം അതായിരിക്കും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇറാൻ നിരവധികം കീഴടങ്ങണം എന്നാണ് കഴിഞ്ഞ ദിവസവും ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകും എന്നും സൂചന നൽകിയിട്ടുണ്ട്. അല്ല, ട്രംപിന് ഇവിടെ ഒരു നിലപാടും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഞാൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഈ പറയുന്നതെന്ന് നമ്മൾ ഓർമ്മ വേണം. ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തീരുമാനം പറയാമെന്നാണ്. അപ്പോൾ ട്രംപിന് ഇവിടെ ഒരു വ്യക്തമായ നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ നമുക്കറിയാം, പുറത്ത് ഇതൊക്കെ പറഞ്ഞാലും രഹസ്യമായിട്ട് അമേരിക്കയുടെ എല്ലാ സഹായവും ഇസ്രായേലിനുണ്ട്. അത് കാലാകാലങ്ങളായി അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. കാരണം അമേരിക്കയ്ക്ക് ഇറാനെ താല്പര്യമില്ല എന്ന് നമുക്കറിയാം. അമേരിക്കയുടെ ലോകക്രമം നിലനിർത്തണമെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ ഒതുക്കി നിർത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് സ്വാഭാവികമല്ലേ ഇവിടെ അഭിജിത്ത്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം വേറെ ഒന്നുമല്ല. അവർ നിർമ്മിച്ച ആയുധങ്ങൾ വിൽക്കുകയും അതിലൂടെ സാമ്പത്തികമായി പുരോഗമനം നേടുകയുമാണ്. അതുതന്നെയാണ് അമേരിക്ക കാലാകാലങ്ങളായി മറ്റ് യുദ്ധങ്ങളിലൂടെ ഇറാഖ് യുദ്ധത്തിലും ഇസ്രായേൽ യുദ്ധത്തിലും എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് അമേരിക്ക
ഇതുപോലെ തന്നെയായിരുന്നു അവർ സാമ്പത്തികമായി വളർന്നത് പോലും പ്രധാനമായി അവർ സാമ്പത്തികമായി വളർന്നത് പോലും ആയുധ കച്ചവടങ്ങളിലൂടെയാണ്. അതിനുവേണ്ടി തുറന്നിടുകയാണ് അമേരിക്ക ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം പോലും. മനു, ശരി, ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും ഈ യുദ്ധം അവസാനിക്കട്ടെ എന്നതാണ്, സംഘർഷം അവസാനിക്കട്ടെ എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആശങ്ക, ആഗ്രഹം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ആത്യന്തികമായ യുദ്ധം ഒരു മനുഷ്യനെയും ഒരു രാജ്യത്തെയും വിജയിപ്പിക്കുന്നില്ല, ഒരു രാജ്യത്തെയും പരാജയപ്പെടുത്തുന്നില്ല. മനുഷ്യരാശി മാത്രമാണ് തോറ്റുപോകുന്നത്. നമ്മളത് ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഗാസയിൽ കുഞ്ഞുങ്ങൾക്ക് നേരെയടക്കം ഇസ്രായേലിൻ്റെ കടന്നാക്രമണമുണ്ടായി. ഇന്നലെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ് അവർ വെടിവെച്ചത്. എത്രയോ ആളുകൾ മരിച്ചു വീഴുന്നത് കാണാൻ കഴിഞ്ഞു. ഇത്രയും കണ്ണിൽ ചോരയില്ലാതെ നടപടി സ്വീകരിക്കുന്ന, യുദ്ധവെറി പൂണ്ട ഒരു രാഷ്ട്രത്തലവനുണ്ടെങ്കിൽ അത് നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി മാത്രമാണ് എന്ന് എല്ലാ ദിവസവും ആവർത്തിച്ച് നമുക്ക് പറയേണ്ടി വരുന്നു. അത്രമാത്രം യുദ്ധക്കൊതി പൂണ്ട ഒരു മനുഷ്യനെ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും സങ്കടം നിറഞ്ഞ കാഴ്ച. ഒരു തിരിച്ചറിവ് എന്നെങ്കിലും അയാൾക്കുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.